തീർച്ചയായിട്ടും ഈ യുദ്ധം ലോകത്തിന് അനിശ്ചിതത്വം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി വന്ന് ഇറാനെ ആക്രമിക്കുന്നൊരു സാഹചര്യം വരണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ ആക്രമണം അത്ര രൂക്ഷമാകണം. തന്ത്രപരമായി ഇറാൻ കാണിച്ച വലിയ അബദ്ധം തന്നെയാണ്. പക്ഷേ GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി വന്ന് ഇറാനെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ റഷ്യയും ചൈനയും അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്ന് ഇറാനെ ബുദ്ധിമുട്ടിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും വരത്തില്ല. പ്രസിഡന്റ് ട്രംപ് എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹത്തിന് പോലും ഉറപ്പുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ പലതുകൊണ്ടും ഐക്യരാഷ്ട്രസഭ ഒരു സമാധാനം എൻഷുർ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പ്രവർത്തനരഹിതമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്ക് തങ്ങളുടേതായൊരു ലോകക്രമം സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ലോകത്തിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ തുടങ്ങി ഒരുപാട് വെല്ലുവിളികൾ ലോകത്തിൻ്റെ മുമ്പിലുള്ളപ്പോൾ പൊതുവിൽ സമാധാനം ലോകത്ത് വേണമെന്നും ഇക്കാര്യത്തിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് എല്ലാ രാജ്യങ്ങളും വേണമെന്നും അതുകൊണ്ട് തന്നെ നിരന്തരമായ സമാധാനത്തിൻ്റെ പ്രചരണം ഉണ്ടാകേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇവിടെ യഥാർത്ഥ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഇസ്രയേൽ തന്നെയാണ്. അപ്പോൾ ഇസ്രയേലിനെതിരെ തയ്യാറെടുത്ത് നിൽക്കുന്ന ലെബനനുണ്ട്, യമനുണ്ട്, ഇറാനുണ്ട്. മുൻ വൈസ് ചാൻസലറും രാഷ്ട്രതന്ത്ര വിദഗ്ധനുമായ ഡോക്ടർ ഗോപകുമാർ സാർ തന്നെയാണ് ഒപ്പമുള്ളത്. സാർ, കഴിഞ്ഞ എപ്പിസോഡിൽ 2 എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു. അതിൽ അമേരിക്ക എന്താണ് ലക്ഷ്യമിടുന്നത്, ഇറാൻ എത്രത്തോളം തിരിച്ചടിക്കും, ഇറാനിൽ ഇനി എന്താണ് സംഭവിക്കാൻ സാധ്യത, ഒപ്പം ഇറാൻ ഇനി ആണവായുധം പ്രയോഗിക്കുമോ എന്നീ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സാറ് സൂചിപ്പിച്ചു. ഇനി ചോദിക്കാനുള്ളത്, ഈ ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ ഒന്നിച്ചു നീങ്ങാൻ ഗൾഫ് സഹകരണ കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം. അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പിന്തുണ നൽകുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നതും. അപ്പോൾ അറബ് രാജ്യങ്ങൾ ഇറാനെതിരെ ഒറ്റക്കെട്ടായി തിരിയാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അങ്ങനെ അറബ് രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കുമോ? അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇറാൻ്റെ ഇപ്പോഴത്തെ നിലപാടിൽ GCC രാജ്യങ്ങൾ ഇറാനെതിരെ തിരിയുന്നൊരു സാഹചര്യമാണല്ലോ പ്രത്യക്ഷത്തിൽ കാണുന്നത്. GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി വന്ന് ഇറാനെ ആക്രമിക്കുന്നൊരു സാഹചര്യം വരണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ ആക്രമണം അത്ര രൂക്ഷമാകണം. ഇപ്പോൾ നാവിക താവളങ്ങൾ, അമേരിക്കയുടെ നാവിക താവളങ്ങളെ ലക്ഷ്യമാക്കി പുറപ്പെടുന്ന ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ജനങ്ങൾ താമസിക്കുന്ന പാർപ്പിടങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങൾക്കതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അല്ലാതെ കടലിലുള്ള നാവികസേനയെ, അമേരിക്കയുടെ നാവികസേനയെ ലക്ഷ്യമാക്കി മാത്രം ആക്രമിച്ചാൽ ഇതുണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇറാൻ കാണിച്ച അബദ്ധം അതിനപ്പുറമാണ്. അതുകൊണ്ട് തന്നെ GCC രാജ്യങ്ങളുടെ അതൃപ്തിക്കത് കാരണമാക്കി. തന്ത്രപരമായി ഇറാൻ കാണിച്ച വലിയ അബദ്ധം തന്നെയാണ്. പക്ഷേ GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി വന്ന് ഇറാനെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അമേരിക്കയും ഇസ്രയേലും തന്നെ ഇറാനെ എതിർക്കാനും അറ്റാക്ക് ചെയ്യാനും തയ്യാറായി നിൽക്കുന്ന സമയത്ത് GCC രാജ്യങ്ങൾ ഒരുമിച്ച് വന്ന് ഇറാനെ തകർക്കുമെന്നും തോന്നുന്നില്ല. ഇല്ലെങ്കിൽ അത്രത്തോളം ശത്രുത ഇറാൻ GCC രാജ്യങ്ങളോട് കാണിക്കണം. അപ്പോൾ ഇറാൻ്റെ ലീഡർഷിപ്പ്, അയത്തുള്ള ഖൊമൈനി വധിക്കപ്പെട്ടു, അതിനുശേഷം വന്ന നേതൃത്വം ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പഴയതുപോലെ ചുറ്റുപാടുള്ളവരെല്ലാം ഞങ്ങളുടെ ശത്രുക്കളാണ് എന്നുള്ള നിലയിൽ പോവുകയാണെങ്കിൽ ഇറാൻ കൂടുതൽ അബദ്ധങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും വന്ന് ചാടും. അങ്ങനെ വരാതിരിക്കട്ടെ. ഇപ്പോൾ തന്നെ GCC രാജ്യങ്ങൾ ഇറാനെതിരെ തിരിഞ്ഞത് വാസ്തവത്തിൽ അത് ഇറാനുണ്ടായ തിരിച്ചടി വലുതാണ്. അറബ് ലോകം തന്നെ ഇറാനെതിരെ തിരിയുന്നു എന്നുള്ളൊരു സാഹചര്യം വന്നതും ഇറാൻ്റെ തന്ത്രപരമായ ഒരു പരാജയമായിട്ട് ഇതിനെ കാണാവുന്നതാണ്. ഇപ്പോൾ തന്നെ റഷ്യയും ചൈനയും ഇറാനെ പിന്തുണ നൽകുന്നുണ്ട്. പക്ഷെ അത് വാക്കാൽ മാത്രമാണ്. എന്തുകൊണ്ടാണ് അവർ പൂർണ്ണമായും പരസ്യ പിന്തുണയുമായി രംഗത്തെത്താത്തത്? ഇനി ഒരുപക്ഷെ രണ്ടും കൽപ്പിച്ച് അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ വരുമോ റഷ്യയും ചൈനയും? ഇപ്പോൾ റഷ്യയും ചൈനയും അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്ന് ഇറാനെ ബുദ്ധിമുട്ടിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും വരത്തില്ല. പക്ഷേ ഇറാനെ സഹായിക്കാൻ അവർ വരാത്തതിൻ്റെ കാരണം ഓരോ രാജ്യവും അവരുടെ വിദേശ നയവും അതുമായിട്ടുള്ള ബന്ധങ്ങളും മുന്നോട്ട് പോകുന്ന അവരുടെ ദേശീയ താല്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പോൾ റഷ്യയുടെ ദേശീയ താല്പര്യത്തിന് ഇറാൻ വിഘടിതമായി വരുമ്പോൾ മാത്രമേ ഇറാനെതിരെ നിൽക്കേണ്ടിയുള്ളൂ. അതല്ല, അമേരിക്കയ്ക്കെതിരെ ഇക്കാര്യത്തിൽ റഷ്യയ്ക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക റഷ്യയുടെ ദേശീയ താല്പര്യങ്ങൾ വിരുദ്ധമായി വരണം.
അതുപോലെ തന്നെ ചൈനയുടെ കാര്യത്തിലും. ഇപ്പോൾ ചൈനയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ എന്തെങ്കിലും ചെയ്തതായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് റഷ്യയും ചൈനയും ഇക്കാര്യത്തിൽ മുന്നോട്ട് വരാത്തത്. മാത്രമല്ല, അവർക്ക് യുദ്ധത്തിൽ മറ്റ് ലക്ഷ്യങ്ങളോ ലാഭങ്ങളോ നോക്കുന്നില്ല. മറിച്ച് അമേരിക്കയുടെ യുദ്ധം ഇറാനെതിരെയുള്ളത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വീക്ഷിക്കുന്നതല്ലാതെ ഇപ്പോൾ ഈസ്റ്റ് ഏഷ്യയിലെ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏതെങ്കിലും മേഖലയിലോ തൈവാനിലോ മറ്റും അമേരിക്ക കണ്ണുവച്ച് കൂടുതൽ പ്രൊട്ടക്ഷൻ ചൈനയ്ക്കെതിരെ കൊടുക്കുകയാണെങ്കിൽ ചൈന അവിടെ രംഗത്തിറങ്ങും. ഇതുപോലെ തന്നെ നമ്മൾ കണ്ടാണ് ഉക്രൈൻ യുദ്ധത്തിലും അമേരിക്ക കാര്യമായിട്ടൊന്നും ഉക്രൈനെ സഹായിച്ചതായി നമുക്ക് തോന്നുന്നില്ല. പരോക്ഷമായിട്ട് റഷ്യയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണ് അത് അവസാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യുദ്ധം തുടർന്നു പോകുന്നതും. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവർക്ക് സുരക്ഷാ ഭീഷണി ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓരോ രാജ്യവും അവരുടെ നയം, വിദേശ നയം എടുക്കുന്നത് തങ്ങളുടെ ദേശീയ താല്പര്യങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റും എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു ഇല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. അപ്പോൾ അത് റഷ്യയ്ക്കും ചൈനയ്ക്കും കാര്യമായിട്ടുള്ള വെല്ലുവിളി ഈ യുദ്ധത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആത്യന്തികമായി അമേരിക്കയ്ക്കെതിരെ ആണെങ്കിൽ പോലും, ഇറാനോട് സിമ്പതി ഉണ്ടെങ്കിൽ പോലും, ഇറാനെ സഹായിക്കാനുള്ള സാഹചര്യം ഈ സാഹചര്യത്തിൽ വളരെ കുറവാണ്. താൻ അധികാരത്തിലെത്തിയാൽ യുദ്ധമുണ്ടാകില്ല എന്ന് പറഞ്ഞ ട്രംപ്, താൻ ഇടപെട്ട് നിരവധി യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ ട്രംപ്, അതേ ട്രംപാണ് ഇപ്പോൾ മറ്റൊരു യുദ്ധത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ശരിക്കും ട്രംപ് എന്താണ് ലക്ഷ്യമിടുന്നത്? പ്രസിഡന്റ് ട്രംപ് എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹത്തിന് പോലും ഉറപ്പുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുമെന്നും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ MAGA ആ സിദ്ധാന്തത്തിൻ്റെ പിറകിൽ പഴയ ക്രിസ്ത്യൻ സിവിലൈസേഷനിൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും ലോക സമാധാനത്തിൻ്റെ മുൻപന്തിയിൽ അമേരിക്ക വരണമെന്നും അതാണ് ഞാൻ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിനിൽ കൂടി ആഗ്രഹിക്കുന്നത്. അമേരിക്ക സാമ്പത്തിക ശക്തി ആകുമ്പോഴും അതാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. പക്ഷേ വന്നതിന് ശേഷമുള്ള പ്രവർത്തനം ഈ ഒരു വർഷത്തിനിടയ്ക്ക് നമുക്ക് ഒട്ടും പ്രതീക്ഷ നൽകുന്നില്ല. യുദ്ധങ്ങൾ വർദ്ധിച്ചതേ ഉള്ളൂ. അത് കൂടുതൽ രൂക്ഷമാക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്ത്രപരമായ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ സപ്ലൈ ചെയിനും ഈ റീജിയണൽ കോൺഫ്ലിക്റ്റും ഒരുമിച്ച് പോകുന്നൊരു സാഹചര്യമാണ്. ബലത്തിൽ യുദ്ധങ്ങൾ കൂടിയിട്ടാണുള്ളത്, യുദ്ധങ്ങൾ കുറഞ്ഞിട്ടില്ല ട്രംപ് വന്നതിന് ശേഷം. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇനിയുള്ള ലോകരാഷ്ട്ര സംവിധാനത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം ഐക്യരാഷ്ട്രസഭ തുലവും ശക്തി കുറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ 81ാം വർഷത്തിലേക്കാണ് അത് പ്രവർത്തിക്കുന്നത്. സെക്യൂരിറ്റി കൗൺസിൽ വളരെ ദുർബലമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഫണ്ടിങ്ങും വളരെ ദുർബലമാണ്. അപ്പോൾ പലതുകൊണ്ടും ഐക്യരാഷ്ട്രസഭ ഒരു സമാധാനം എൻഷുർ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പ്രവർത്തനരഹിതമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്ക് തങ്ങളുടേതായ ഒരു ലോകക്രമം സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ലോകത്തിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കും. 1991 ശേഷമുണ്ടായ ലോകക്രമത്തിൽ 2008 അമേരിക്ക സാമ്പത്തികപരമായിട്ട് കൂപ്പുകുത്തുന്നത് വരെ അമേരിക്കയുടേതായ ഒരു ലോകക്രമമാണ് അന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇറാഖ് യുദ്ധം, ഗൾഫ് വാർ 1, ഗൾഫ് വാർ 2 ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് കാണാവുന്നത് എന്താണ്? പശ്ചിമേഷ്യയിൽ ഒരു ഏകധ്രുവ ലോകം അമേരിക്കയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരിക. ഒരുപക്ഷെ അത് തന്നെയാണ് ട്രംപ് അവിടെ ആഗ്രഹിക്കുന്നതും. അങ്ങനെ വരുമ്പോൾ ഇസ്രയേലിന് അപ്രമാദിത്വം ഉണ്ടാവുകയും ചെയ്യും. ഈ താല്പര്യത്തിലായിരിക്കണം ട്രംപ് മുന്നോട്ട് പോകുന്നത്. യുദ്ധം നീണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ശരിക്കും അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ യുദ്ധത്തിന് എങ്ങനെ ഒരു പര്യവസാനമുണ്ടാകും? ഇതിന് ആര് മുൻകൈയെടുക്കും? ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന യുദ്ധത്തിന് എങ്ങനെ പര്യവസാനം നടത്തും ഇല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്. അതിൻ്റെ കാരണമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അന്തർദേശീയ രംഗത്ത് ഇന്ന് സമാധാനം പുലരണമെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ ശക്തമാകണം. ഐക്യരാഷ്ട്രസഭ ദുർബലമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. പകരം പ്രസിഡന്റ് ട്രംപ് തന്നെ തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ബോർഡ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ഒരു മുന്നണി ഉണ്ടാക്കിയതായി അവകാശപ്പെട്ട് അതിൻ്റെ സ്ഥിരം അധ്യക്ഷനെ അദ്ദേഹം തന്നെ സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ വാസ്തവത്തിൽ
ഇന്നത്തെ ലോകക്രമം ക്രമരഹിതമാണെന്ന് പറയേണ്ടി വരും. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണെന്നുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അത് ലോകത്തിന് വലിയ അപകടം ചെയ്യും. കാരണം എല്ലാ രാജ്യങ്ങളും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഏറ്റവും ശക്തിയുള്ള രാജ്യം അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ ശക്തി ആർജിക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി താൽക്കാലിക മുന്നണികൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലോകത്ത് നിലവിലുള്ള ഒരു സമാധാനക്രമം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെയാണ് ഭാരതം പോലെയുള്ള രാജ്യത്തിൻ്റെ പ്രസക്തി ഉള്ളത്. നമ്മൾ പഴയ കാലത്ത് മൂന്നാം ലോക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നോൺ അലൈൻ മൂവ്മെൻ്റൊക്കെ കൊണ്ടുപോയിരുന്ന കാലഘട്ടത്തിൽ അന്ന് നമ്മൾ പലപ്പോഴും സമാധാനത്തിൻ്റെ പാതയിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ വേണ്ടുവോളം ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ളൊരു വേദി ഐക്യരാഷ്ട്രസഭയിൽ പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇതിനാര് മുൻകൈ എടുക്കും? ഒമാൻ വന്നിട്ട് ഒരു കാര്യമില്ല. ഒമാൻ 26-ാം തീയതിയാണ് പറഞ്ഞത് സമാധാനമുണ്ടാകും, ഇറാനുമായി അമേരിക്ക യുദ്ധം ചെയ്യില്ല. അടുത്ത ദിവസമാണ് ഈ സംഘടന ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മീഡിയേറ്റ് ചെയ്യാൻ ആളില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് പറയുന്ന റൂൾ ബേസ്ഡ് ഇൻ്റർനാഷണൽ ഓർഡർ അത് തകർന്നിരിക്കുകയാണ്. ആ നിയമവാഴ്ച ഇല്ല, അന്തർദേശീയ നിയമവാഴ്ച ഇല്ലെങ്കിൽ അത് നശിക്കപ്പെടുന്നു. അത് വളരെ രൂക്ഷമായൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കും. കാരണം ഇന്ന് തീവ്രവാദികളുടെ പ്രശ്നം മാത്രമല്ല ഉള്ളത്, കാലാവസ്ഥാ വ്യതിയാനമുണ്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട വാണിജ്യവുമായി ബന്ധപ്പെട്ട നിരവധി തർക്കങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി ഒരുപാട് വെല്ലുവിളികൾ ലോകത്തിൻ്റെ മുമ്പിലുള്ളപ്പോൾ പൊതുവിൽ സമാധാനം ലോകത്ത് വേണമെന്നും ഇക്കാര്യത്തിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് എല്ലാ രാജ്യങ്ങളും വേണമെന്നും അതുകൊണ്ട് തന്നെ നിരന്തരമായ സമാധാനത്തിൻ്റെ പ്രചരണം ഉണ്ടാകേണ്ടതും വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇതിൽ മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കതിന് കഴിയുമെങ്കിൽ അതിന് മുൻകൈ എടുക്കണം. കാരണം ലോക സമാധാനത്തിന് നമ്മൾ മുൻകൈ എടുത്താൽ മറ്റ് രാജ്യങ്ങൾ നമ്മളെ അക്കാര്യത്തിൽ വിശ്വസിക്കും. കാരണം നമുക്ക് ക്രെഡിബിലിറ്റി ഇക്കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളെക്കാളുണ്ട്. നമ്മൾ ഇതുവരെ മറ്റൊരു രാജ്യത്തെ നമ്മൾ ആക്രമിച്ചിട്ടില്ല, ഭാരതത്തെ ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ പ്രതിരോധിച്ചതല്ലാതെ. അതുകൊണ്ട് നമുക്ക് മുൻകൈ എടുത്ത് മുന്നേറാവുന്നതേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ പക്ഷേ അതിനുള്ള ഇനിഷ്യേറ്റീവ്സ് വരുമോ എന്നുള്ളത് നമുക്ക് കാണേണ്ടതാണ്. കാരണം ഇറാൻ പരമ്പരാഗതമായി ഇന്ത്യയുമായിട്ട് നല്ല സാംസ്കാരിക ബന്ധമുണ്ടായിരുന്ന രാജ്യമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ശത്രുപക്ഷത്തേക്കൊന്നും നീങ്ങിയില്ലെങ്കിലും തീർച്ചയായിട്ടും ഇറാനെ അമേരിക്കയും തമ്മിൽ ഒരു സന്ധി ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമുക്ക് താല്പര്യം കാണിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇസ്രയേലുമായി നടത്തിയ ബന്ധങ്ങൾ അതൊരു പക്ഷേ ഇറാനെ സംശയത്തിലേക്ക് കൊണ്ടെത്തിക്കും. കാരണം ഇവിടെ യഥാർത്ഥ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഇസ്രയേൽ തന്നെയാണ്. അപ്പോൾ ഇസ്രയേലിനെതിരെ തയ്യാറെടുത്ത് നിൽക്കുന്ന ലെബനനുണ്ട്, യമനുണ്ട്, ഇറാനുണ്ട്, ഇങ്ങനെ ഒരു കൂട്ടം രാജ്യങ്ങളും അതോടൊപ്പം ഹമാസ്, ഹെസ്ബുള്ള, ഹൂതി എന്നീ തീവ്രവാദി ഗ്രൂപ്പുകളുമൊക്കെ ഉള്ളപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. അത് G20 എന്നുള്ള മൂവ്മെൻറ്റ് കൂടിയാണെങ്കിലും അതല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള കുറച്ച് രാജ്യങ്ങൾ ഇതിനെ മുൻകൈയെടുത്ത് മുന്നോട്ട് വന്ന് തീർച്ചയായിട്ടും സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കണം. അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലുണ്ടാകുന്ന അസ്ഥിരത അതുണ്ടാക്കുന്ന വെല്ലുവിളി ലോക സമാധാനത്തിന് തന്നെ വലിയ വെല്ലുവിളിയാകും. നമ്മൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. ഈ യുദ്ധം ലോകത്തൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കുമോ? അതായത് ലോകക്രമം മാറി മറിയുമോ? തീർച്ചയായിട്ടും ഈ യുദ്ധം ലോകത്തിന് അനിശ്ചിതത്വം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ലോകക്രമം തന്നെ തകർക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത് അപകടമാണ്. യുദ്ധത്തിൻ്റെ സാഹചര്യം കണ്ടിട്ട് ഇത് കുറച്ച് നാൾ കൂടി നിൽക്കാൻ വഴിയുണ്ട്. ഒരാഴ്ച കൊണ്ട് തീർക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് 3-4 ആഴ്ചകൾ വേണമെന്ന് പറയുന്നു. മാത്രമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു രാജ്യത്തെയും പൂർണ്ണമായി ആർക്കും തുടച്ചു മാറ്റാനാക്കില്ല. തുടച്ചു മാറ്റിയെന്നൊക്കെയാണ് അമേരിക്ക നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് ന്യൂക്ലിയർ ആയുധങ്ങളൊക്കെ തുടച്ചു മാറ്റി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആരെയും അങ്ങനെ പൂർണ്ണമായും നശിപ്പിക്കാൻ ഒരു രാജ്യത്തിനും കഴിയില്ല. അത് ഹമാസുമായിട്ടുള്ള സംഘട്ടനത്തിൽ ഗാസ യുദ്ധത്തിൽ നമ്മളത് കണ്ടതാണ്. ഇസ്രയേൽ എത്ര പരിശ്രമിച്ചിട്ടും പൂർണ്ണമായി അവരെ കീഴ്പ്പെടുത്താനായിട്ടില്ല. അപ്പോൾ പശ്ചിമേഷ്യയിലെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇറാൻ മേധാവിത്വം വഹിക്കുന്നില്ലെങ്കിൽ പോലും ഇസ്രയേലും പാലസ്തീനുമായിട്ടുള്ള സംഘട്ടനം അവസാനിച്ച് അവിടെ ഇസ്രയേലും പാലസ്തീനും സ്വതന്ത്രമായ 2 രാജ്യങ്ങളായി പരസ്പരം അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യം വരുമ്പോൾ തന്നെ ലോകക്രമത്തിന് വലിയ ആശ്വാസമുണ്ടാകും. ഇപ്പോഴത്തെ ലോകക്രമം തെറ്റിയിരിക്കുകയാണ്. ഇതല്ലാതെ തന്നെ ലോകക്രമം യൂറോപ്പുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ബന്ധങ്ങളിൽ ഒരുപാട് വിള്ളലുകളുണ്ടായി. ഉക്രൈൻ യുദ്ധത്തിൽ വേണ്ടത്ര സഹായം അമേരിക്ക നൽകിയില്ല എന്ന് യൂറോപ്പിന് ആക്ഷേപമുണ്ട്.
മാത്രമല്ല ഡോളറിൻ്റെ കാര്യത്തിൽ അന്തർദേശീയ തലത്തിൽ തന്നെ ലോകക്രമത്തിന് വെല്ലുവിളിയുണ്ടായി. നമ്മൾ പോലും ബ്രിക്സ് പോലെയുള്ള സംഘടനകൾ വഴി കൂടുതൽ ഡോളർ അല്ലാത്ത വിനിമയമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബ്രിക്സിനൊരു കറൻസി നാളെ ഉണ്ടാകാം. ഇപ്പോൾ ലോക്കൽ നാഷണൽ കറൻസീസിലാണ് പോകുന്നതെങ്കിൽ നാളെ ബ്രിക്സിൻ്റേതായൊരു കോമൺ കറൻസി വരാം. അങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യം വരുമ്പോൾ അമേരിക്കയുടെ ഡോളറിൻ്റെ ശക്തി വീണ്ടും താഴോട്ട് പോകും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരുന്നത് ലോകക്രമത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഒന്നുകിൽ ലോകരാജ്യങ്ങൾ സമാധാനത്തിന് വേണ്ടിയുള്ള ക്രമത്തിൽ ഒരുമിച്ച് വരണം. പരസ്പരം വിശ്വാസമില്ലാതെയും പരസ്പരം സെക്യൂരിറ്റി കൺസിഡറേഷനിൽ ഒരു ധാരണയുമില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആക്രമണോത്സവമായ ഒരു സംസ്കാരത്തിലേക്ക് പോകും. അത് വാണിജ്യത്തിൻ്റെ പേരിലായാലും വ്യവസായത്തിൻ്റെ പേരിലായാലും അക്രമത്തിൻ്റെ പേരിലായാലും പരമാധികാരത്തിൻ്റെ പേരിലായാലും അതിർത്തി പ്രദേശങ്ങളുടെ സ്വാധീനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതെല്ലാം ലോകരാഷ്ട്രങ്ങൾക്ക് വലിയ വെല്ലുവിളികളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകക്രമം ഇന്ന് ഒരു വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നീണ്ടുപോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.